ഇത് പറയുമ്പോൾ ചില അമ്മായിമ്മമാരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. മരുമക്കളെ ശപിക്കുന്ന കൂട്ടര്. മരുമക്കളെ മാത്രമല്ല, മരുമക്കൾ ഗർഭിണിയാണെങ്കിൽ ആ വയറ്റിലുള്ള കുട്ടിയെ പോലും ശപിക്കുന്ന അമ്മായിമ്മമാര്. നിന്റെ കുട്ടി പോലും നിനക്ക് ഗുണം പിടിക്കാതെ പോട്ട് എന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്ന കൂട്ടര്. ഈ ശാപം ഈ കുട്ടിക്കോ ഈ മരുമോൾക്കോ കിട്ടുമോ? അല്ല, ഈ ശപിച്ച ആൾക്കാണോ കിട്ടുന്നത്? നമുക്ക് നോക്കാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ എന്തിനാവട്ടെ ഒരു ശാപവാക്ക് പറഞ്ഞാൽ ആ ശാപവാക്ക് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടും. ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് ആകാശത്തിൽ അതിന് സ്ഥാനമില്ല. ആകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. അപ്പൊ ആ ശാപവാക്ക് നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലേക്ക് താഴ്ന്നു പോകാൻ നോക്കിയാൽ ഭൂമിയുടെ വാതിലുകളും കൊട്ടിയടക്കപ്പെടും. അങ്ങനെ ഭൂമിയിലേക്കും പോകാൻ പറ്റാത്ത ആ ശാപവാക്ക് വലത്തോട്ട് പോകാൻ നോക്കും, പറ്റൂല. അതുപോലെ തന്നെ ഇടത്തോട്ട് പോകാൻ നോക്കും, പറ്റൂല. അങ്ങനെ ആ ശപിക്കപ്പെട്ട ആളിലേക്ക് പോകാൻ നോക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അമ്മായിമ്മ മരുമകളെയാണ് ശപിച്ചത് എങ്കിൽ ഈ ശാപവാക്ക് നേരെ മരുമകളിലേക്ക് പോകും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, വഇൻ കാന ലിദാലിക അഹ്ലൻ. ആ മരുമകള് ശാപത്തിന് അർഹയാണെങ്കിൽ ആ ശാപവാക്ക് അവൾക്ക് ഫലിക്കും. എങ്ങനെ? വളരെ വ്യക്തമായി പറയുന്നു, വഇൻ കാന ലിദാലിക അഹ്ലൻ. അവർ ആ ശാപവാക്കിന് അർഹയാണെങ്കിൽ മാത്രം അവരിലേക്ക് പോകും. ഇവിടെ ഞാൻ മരുമകൾ എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മൾ ആരെ ശപിക്കുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഇന്നൽ അബ്ദ ഇദാ ലാന ഷൈഅൻ, ഒരു വസ്തുവിനെ ശപിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അത് മനുഷ്യരെ ആവട്ടെ, മൃഗത്തിനെ ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ ആവട്ടെ, മഴയാവട്ടെ, ഏതിനെ ആവട്ടെ, അങ്ങനെ നമ്മൾ ശപിക്കുകയാണെങ്കിൽ ആ ശപിക്കപ്പെടുന്ന ആളുകൾ ആ ശാപത്തിന് അർഹനാണെങ്കിൽ അതവർക്ക് ഫലിക്കും. ഇല്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ, അതായത് ആ ആള് ശാപത്തിന് അർഹനല്ല എങ്കിൽ റജഅത് ഇലാ ഖായിലിഹാ, അത് പറഞ്ഞ ആളിലേക്ക് തന്നെ വരും. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇല്ല, ഇനി ആ ശപിക്കപ്പെട്ട ആള് ആ ശാപത്തിന് അർഹനല്ല എങ്കിൽ റജഅത് ഇലാ ഖായിലിഹാ, ആ പറഞ്ഞ ആളിലേക്ക് തന്നെ ആ ശാപം തിരിച്ചു ഫലിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ശാപത്തിന് ഗൗരവമുണ്ട്. എടുത്തേനും തൊട്ടേനും നീ മുടിഞ്ഞു പോട്ട്, നീ ഹലാക്കായി പോട്ട്, എന്തൊക്കെ വാക്കുകളാണ് ഒരാളെ വായിന്ന് വരുന്നത്. നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വഇൻ കാന ലിദാലിക അഹ്ലൻ, ആ വ്യക്തി ശാപത്തിന് അർഹനാണെങ്കിൽ അയാൾക്ക് ആ ശാപം കിട്ടും എന്ന് പറഞ്ഞല്ലോ. ആ ശാപത്തിന് അർഹനാണോ അല്ലയോ എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത്. അള്ളാഹുവിന്റെ അടുത്ത് കുറ്റമാണെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് അയാൾ ശാപത്തിന് അർഹനാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ ശാപം ശപിച്ച ആളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു.